ഇതിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഇതിലുള്ള ഫ്രെയിം എല്ലാം സെറ്റിംഗ് ഇരിക്കുന്നത് അല്ലേ. നമസ്കാരം, നമ്മുടെ പുതിയ ഫുഡ് ട്രക്ക് ആണ് ഈ കാണുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ടാണ് ഈ പോകുന്നത്. നമ്മുടെ ടാറ്റയുടെ ഏസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് ഈ ഒരു ഫുഡ് ട്രക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചേസായിട്ട് കിട്ടി, നമ്മൾ നേരത്തെ അറിയാമല്ലോ, നമുക്ക് എല്ലാം പുതിയ വണ്ടിയിൽ തന്നെയാണ് ഫുഡ് ട്രക്ക് ആയാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചേസായിട്ട് കിട്ടിയ ടാറ്റ ഏസിൽ നമ്മളൊരു ഫുഡ് ട്രക്ക് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ഫുൾ ഇപ്പോൾ ഫുഡ് ട്രക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുമല്ലേ? ഫുഡ് ട്രക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഫുഡ് ട്രക്ക് മാത്രമല്ല, കാർട്ട് ഹെയ്സ് എല്ലാ സംഭവം ഉണ്ടല്ലേ. LED വാള് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ എത്ര യാർഡുണ്ട് മൊത്തം? ഇപ്പൊ നമുക്ക് 3 യാർഡുണ്ട്. 3 യാർഡിലും അല്ലേ. ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലാത്ത രീതിയിൽ താഴെ ഇത് ബേ 1, ബേ 2, ബേ 3 അങ്ങ് ഇഷ്ടം പോലെ കിടക്കുമല്ലേ. ഓക്കെ, നമ്മുടെ ഈ ഒരു വർക്ക് എങ്ങോട്ടാ? ഇത് ആക്ച്വലി മലപ്പുറത്തേക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ ഫുഡ് ട്രക്ക്. ഓക്കെ, ഇത് ഏത് വണ്ടിയാണ്? നമ്മുടെ ടാറ്റ ഏസിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ ഇതിൽ തന്നെ ഒരു ചേസ് ആയിട്ട് വന്ന വണ്ടി ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേസ് ആയിട്ട് ഒരു കാര്യം കാണി, നമുക്ക് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വലിയ ഇത് ഐഷറിന്റെ വലിയ വണ്ടി വന്നിട്ടുണ്ട്. ഇത് എന്തിനുള്ള? ഇത് LED ഇതാണ്. LED വാളാണ് അല്ലേ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 വണ്ടിയാണ് വന്നേക്കുന്നത്. ഐഷറിന്റെ ഈ ടൈപ്പ് 10 വന്നിട്ടുണ്ടല്ലേ. സെയിം 10 അത് ആടി കിടപ്പുണ്ട് വേറെ, അത് കാണിക്കണം. ഓക്കെ, ഇത് ചേസ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇതുണ്ട്, ഇത് ചേസ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്താൽ കയറ്റുന്നത് അല്ലേ. എല്ലാ വർക്കുകൾക്കും ഇങ്ങനെ തന്നെ വരണം. ഈ പറഞ്ഞ ഏസ് ആയാലും ഇതേ രീതി ചേസ് ആയിട്ട് വന്നാൽ നമുക്ക് ചേസ് ആയിട്ട് വന്നതാണ് പുതിയ വണ്ടി. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ടാങ്ക് ആണ്. പിന്നെ ഇത് നമ്മുടെ ബെയിൻ മേരി സെറ്റപ്പ് ആണ്. ഇത് അകത്ത് വെക്കുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിടുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ. നമ്മളല്ലാതെ വണ്ടി ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്നുള്ള കാര്യം. ഇതെല്ലാം തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ ഇതെല്ലാം തന്നെ മടക്കി വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആഘോഷം. നമ്മുടെ കിച്ചൺ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്. ഇതെല്ലാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഫുള്ള് തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുന്ന വഴി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലാഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാഡർ വഴിയാണ് നമ്മളിങ്ങനെ അകത്തോട്ട് കയറുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ്. ഇത് നമ്മുടെ ഒരു ടേബിൾ എക്സ്റ്റൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊറോട്ട അടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് അകത്ത് നമുക്ക് ഇവിടെ ഒരു ദോശക്കല്ല് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ബേണർ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ വാഷ് ബേസും വരുന്നുണ്ട്. ഇവിടെ ഇത്ര നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബെയിൻ മേരി സെറ്റപ്പ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിനകത്താണ് നമ്മുടെ സിലിണ്ടറും കാര്യം. ഇതിൻ്റെ കീ ആണ്. ഇതിങ്ങനെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 2 എണ്ണം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ 1, 2, 3 സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു 12,000 രൂപ റേഞ്ചിലാണ് നമ്മൾ ചെയ്തത്. അതായത് വണ്ടിയുടെ വില ഉൾപ്പെടെ നമ്മുടെ വർക്ക് എല്ലാം ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അപ്രോക്സിമേറ്റ് ആണ് ആ ഒരു റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേസായിട്ട് ഏതൊരു വണ്ടി കൊണ്ടു തന്നാലും നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളെല്ലാം തന്നെ, അത് ഫുഡ് കാർട്ട് ആയിക്കോട്ടെ, ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹേഴ്സൽ ആയിക്കോട്ടെ, LED വോൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം നമുക്കൊരു 40 മുതൽ 50 വരെ വണ്ടി ഇപ്പം നിലവിൽ ഇവിടെ പണി നടക്കുന്നുണ്ട് പല കാറ്റഗറിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുള്ള വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോയിൽ നമ്പറുണ്ട്.